സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. എപ്പിസോഡിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുലംകുശിതമായി നമ്മളെല്ലാവരും കൂടെ ഭയങ്കരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ വരികയാണ്. അനുമോളെ സ്റ്റാൻഡപ്പ്. നീ റോങ് ആണ്. അല്ല ലാലേട്ട, ഞാൻ എന്ത് ചെയ്തു? നീ റോങ് ആണ്. ഷാനവാസ്, നീ മഹാകുഴപ്പമാണ്. അനീഷേ, കള്ള എഴുന്നേറ്റ് പോടാ. നീ മുഴുക്ക കള്ളത്തരവാ പറയുന്നത്. കള്ളനാ നീ. കള്ളൻ 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 മുഴുക്കള്ളൻ. അക്ബറെ മോനെ, സുഖമാണക്കളെ? ഇതൊക്കെയുണ്ട് വിശേഷം? കൊച്ചു ചോറൊക്കെ തിന്നോ? വെള്ളങ്ങളൊക്കെ കുടിച്ചോ? ചോറുകളൊക്കെ തിന്നോ? എന്താ വിശേഷം? ആരാണ് അവിടെ അക്ബറിന് ഓരോന്നൊക്കെ പറയുന്നേ? അക്ബറെ പോലെ ഒരു മഹത് വ്യക്തി വേറെ ആരുണ്ട് അവിടെ? നല്ല കുട്ടിയാ എൻ്റെ കുട്ടി. കുട്ടി ഇവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. ആര്യ വാവേ, കൊച്ചിന്ന് ആരെങ്കിലും ഫ്ലർട്ട് ചെയ്തോ? ഏതെങ്കിലും പെണ്ണുങ്ങളെ ജട്ടി തുറന്ന് നോക്കിയോ? എന്തൊക്കെയുണ്ട് ആര്യ വിശേഷം? അവിടെ മൊത്തം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആകെ മൊത്തം ഞാൻ നിന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും നീ കൃത്യമായി നിർവഹിച്ചിട്ടില്ലേ? സൂപ്പറല്ലേ? സൂപ്പറാ നീ, സൂപ്പർ. നെമീനെ മോനെ, കുറച്ച് തമാശ പറ. വൾഗർ തമാശയായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ തമാശ പറയുന്നതിന് മുമ്പ് തമാശയാണ് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ കുലുങ്ങി കുലുങ്ങി ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് ചിരിക്കും. ആ രഹസ്യമായി ചിരിക്കുന്നത് അങ്ങനെ ഒപ്പിയെടുത്ത് പിക്കോസ് എണ്ണം പുറത്തേക്ക് വിടുകയും ചെയ്യും. ഏത്? ആദ്യം തന്നെ. ആദില നൂറ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തിനാണ് അനുവിൻ്റെ കൂടെ നടക്കുന്നത്? ആ പെണ്ണൊരു ചീത്ത പെണ്ണാണ്. ലക്ഷ്മി, അവളെ വിളിക്കുന്ന വിളിയിൽ തന്നെ ലക്ഷ്മി ഏതാണ്ട് ബോധം കെട്ട് വീഴും. ഒന്നും പറയാനില്ല. ഇതാണ് അവിടുത്തെ എപ്പിസോഡ്. ഇത് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ട്. അയ്യേ, മോശം മോശം മോശം, മിളയച്ചം മിളയച്ചം മിളയച്ചം. അക്ബർ ചെയ്താൽ സൂപ്പറാന്ന് പറയും. അതേ സാധനം ഷാനവാസ് ചെയ്താ എന്താണ് ഷാനവാസേ? ഇതൊരു ഗെയിം അല്ലേ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇതാണോ നിങ്ങൾ? ഇതിനാണോ അങ്ങോട്ട് പോയത്? അവിടെ എന്താ നിങ്ങൾ ചേട്ടച്ചൻ കളിക്കുകയാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇത് ശരിയായ നടപടിയല്ല. അക്ബറാണ് ഇത് ചെയ്തതെങ്കിൽ അതൊരു ഗെയിമാണ്, അങ്ങനെ തന്നെ വേണം. അക്ബർ സൂപ്പറാ, ഡൂപ്പറാ, എങ്ങനെയെല്ലാം കളിക്കുന്നു. എന്തോരു കഴിവാണ് ഈ ചെറുക്കനിക്ക്. കുട്ടൻ, സംഘക്കുട്ടൻ, ചെല്ലക്കുട്ടൻ. അക്ബറിന് വേണ്ടിയിട്ട് എന്തറ്റം വരെയും പോകും. ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ. എന്ത് വേണോലും ചെയ്യും. അമ്മാതിരി ആളാ. പിന്നെ ഒരു കോടതി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ലക്ഷ്മിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്മി പൊട്ടത്തേക്കാവ് മനസ്സിലായിട്ടൊന്നുമില്ല. മനസ്സിലായെങ്കിൽ ലക്ഷ്മി അത് കൃത്യമായിട്ട് ബിഹേവ് ചെയ്യണമായിരുന്നു. ലാലേട്ട, ഇത് കോടതി പോലെ തന്നെയാണ് ഈ കഥ എന്ന് പറയണമായിരുന്നു. അവിടെ ഇത് മോഷ്ടിച്ചത് ആരാണെന്ന് അറിയാൻ വയ്യ. നമുക്കും മനസ്സിലായിട്ടില്ല. മോഹൻലാൽ ആരെയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ ആരായിരിക്കും അത് എടുത്തിട്ടുള്ളത്? ആദില തന്നെയല്ലേ എടുത്തത്? നിവിനാണോ എടുത്തത്? ആദിലയാണോ നിവിനാണോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആരെടുത്തോ ആര് വെച്ചോ, ഏതായാലും അയാൾക്ക് നഷ്ടപ്പെട്ടത് ഗെയിമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ബാക്കിയുള്ളവരെ പോലെയൊന്നും അല്ലല്ലോ അക്ബർ. അക്ബറിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടല്ലോ. അമ്മായിയുടെ മോളാണല്ലോ. മോഹൻലാലിൻ്റെ അല്ലോ കേട്ടോ, ബിക്കോസ് എൻ്റെ അമ്മായിയുടെ മോളാ അക്കുവിനെ അവിടുന്ന് പുറത്താക്കത്തില്ല. നീ ഒരു പ്രമോ വന്നിട്ടുണ്ട്, പ്രഹസന പ്രമോ. 2 റേഞ്ച് റോവേഴ്സ് വന്ന് നിൽക്കുകയാണ്. റേഞ്ച് റോവർ തന്നെയാണ് എന്തോ പള്ളി 2 കാറ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ റേഞ്ച് റോവറാണ് കണ്ടത്. പിന്നെ ആ റേഞ്ച് റോവറിലൊക്കെ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോണ്ടേ. പണ്ടല്ല, കഴിഞ്ഞ സീസണിൽ പട്ടിക്കൂട്ടിലിട്ട് ജാസ്മിനെ പുറത്താക്കിയില്ലേ? ഈ സീസണിൽ അനുമോൾക്കായിരിക്കും പട്ടിക്കൂട്. നോക്കിക്കോളി, നോക്കി വെച്ചോണ്ടിരുന്നോളി. ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവർ 2 പേരിൽ ഒരാളെ അതിനകത്ത് തിരുത്തി ബ്രെയിൻ വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടാക്കി കൊടുക്കും. എങ്ങനെ കളിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കും. 100% തിരിച്ചു വരാൻ ചാൻസ് ഉള്ളത് അക്കൂട്ടനാ. അക്കുവിനെ കളഞ്ഞിട്ട് ബിക്കോസിന് ജീവിതം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോഴേ നല്ല ഇത് പോയിന്റ്സ്, ഐ മീൻ വോട്ട് കൂടുതൽ ഇവരെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ വോട്ടുള്ളത് പിന്നെ അക്ബറിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു എവിക്ഷൻ അവരൊന്ന് കാണിച്ചു വെക്കുന്നത്. പക്ഷെ അക്ബർ പുറത്ത് പോകത്തില്ല കേട്ടോ. അക്ബർ പുറത്ത് പോയാൽ പിന്നെ ബിഗ് ബോസ് 0 ആയി. അക്ബറാണ് ജയിക്കാൻ സാധ്യതയാക്കി വെച്ചിരിക്കുന്ന ഒരാൾ. ഒരു പേഴ്സണാലിറ്റിയും ഇല്ലാത്ത, ഒരു രീതിയിൽ ആരുമായിട്ടും ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അക്ബർ. ഇന്നലെ അക്ബർ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുന്നുണ്ട്, ഞാനിവിടെ ഒറ്റപ്പെട്ടു എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന്. അനുമോൾ അല്ല അത് പറഞ്ഞത് മുഴുക്ക അക്ബറാണ്. അതേപോലെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒറ്റപ്പെട്ടാ നടക്കുന്നതെന്ന്. അനുമോൾ എവിടെയും ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടമെന്നാണ് പറയുന്നത്. അനുമോളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ അനുമോൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. പിന്നെന്താ പ്രശ്നം? അനുമോളുടെ പാടയെ നോക്കി നടക്കുകയാണ്. പിന്നെ പിണക്കം ഉണ്ടാവത്തില്ലേ? അവൾ അത് സ്വന്തം വീട് പോലെ നോക്കുന്നത്. പിന്നെ അവൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ വളച്ചൊടിക്കുന്ന ഒരു രീതി,
അത് കോമഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു ഹോസ്റ്റാണ്. അതിലുപരി നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളൊരു കേണലാണെന്നൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ തലയിൽ എന്തൊക്കെ ആളുതാമസം ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിട്ട് ഒരു പറ്റം ആൾക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കരുത് മിസ്റ്റർ. വളരെ ബോറായിപ്പോയി. അനിമോൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളൊരു തിരുമണ്ടനാണെന്ന് ഞാൻ പറയും. അനിമോൾ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇതൊരു ഗെയിം ഷോ മാത്രമല്ല, കുറച്ചുകൂടെ പേഴ്സണലൈസ് ആയിട്ട് അനിമോൾ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അനിമോൾ ഉദ്ദേശിച്ചത്. അവന് ജസ്റ്റ് ക്യാപ്റ്റൻസി കിട്ടണം. ഈ ഒരു നോമിനേഷൻ ഇതുണ്ടല്ലോ, ഇപ്പം ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ അവരെ നോമിനേറ്റ് ചെയ്യത്തില്ല, എവിക്ഷൻ പ്രക്രിയയിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. അത് മാത്രമാണ് പിന്നെ ആര്യൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ ഒരു വീട് നന്നാക്കി കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അപ്പം അനിമോൾ സത്യത്തിൽ ആ പറഞ്ഞതൊരു ഫ്ലോപ്പ് സാധനമാണ്. ആ പറഞ്ഞത് ശരിക്കും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതൊരു ഗെയിം ഷോ മാത്രമാണ്. ഒരു 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് പ്രത്യേകിച്ച് ഒരു ഇൻറ്റിമസി ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അനിമോളുടെ പ്രശ്നമേ അത് തന്നെയാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. പെൺപിള്ളേരുടെ കൂടി ഇല്ലാത്ത വ്യക്തിത്വം കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന കുറേയധികം പ്ലേയാണ് അനിമോൾ അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് മാറി ചിന്തിക്കേണ്ടതാണ്. അത് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പകരം അനിമോൾക്ക് എന്താ കുഴപ്പം, അനിമോൾക്ക് എന്താ പ്രശ്നം, ആര്യൻ അങ്ങനെ ആയാൽ എന്താ പ്രശ്നം, അത് ഗെയിം ഷോ അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്, ഇങ്ങനെയല്ല അത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ എന്ത് ചെയ്യാം, അയാൾക്കത് നേരെ ചെവ്വേ പറഞ്ഞു കൊടുക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ അനിമോൾക്ക് അറിയേയില്ല. ഏതായാലും നല്ല തൻ്റെ ഇടത്തോടു കൂടി മോഹൻലാലിനെ അങ്ങോട്ട് എതിർക്കുന്നുണ്ട് പുള്ളിക്കാരത്തി അത് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടാന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ല ലാലേട്ടാ, പിന്നെന്തിനാ എന്നെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പോയിന്റാണ്. അവൾ കളിക്കുന്നത് ഒരു സിൻസിയോറിറ്റി ഇല്ലായ്മ കൂടെയാണ് കളിക്കുന്നത്. രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം സിൻസിയോറിറ്റി അവിടെ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അനുമോൾ മനസ്സിലാക്കുക. ആ പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്ന മോഹൻലാൽ ഒരു പൊട്ടനാണെന്ന് കുറച്ചുകൂടെ പൊട്ടത്തരം കാണിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും അതിനകത്തില്ല. സോ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത്. ഇന്നിപ്പോൾ എവിക്ഷൻ ഉണ്ട്. എവിക്ഷൻ്റെ പ്രൊമോ വന്നിരിക്കുന്നത് അക്ബറിനെയും ലക്ഷ്മിയെയും കണ്ണ് കെട്ടി വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകണേന്ന്. അതുവഴിയും കൊണ്ടുപോയെങ്കിൽ കൊള്ളായിരുന്നു. 2 ബോട്ട് ശല്യങ്ങൾ. പക്ഷേ ഇല്ല, ഒരുത്തനെ തിരിച്ചു കൊണ്ടുവിടും. അത് അക്ബറിനെ തന്നെയായിരിക്കും തിരിച്ചു കൊണ്ടുവിടുക. അക്ബറിന് അവിടെ ആരും കൂട്ടില്ല. അക്ബർ ഒറ്റപ്പെട്ടു എന്ന സ്ട്രാറ്റജി കാണിക്കുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഈ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കുന്ന അക്ബറിന് അങ്ങനെ ഒരു ഫേവർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളവിടെ ഒറ്റയ്ക്കൊന്നുമല്ല. അയാൾ ആദ്യം മുതലേ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഒരു ഗുണ്ടാ ടീം ഉണ്ടാക്കുന്നു. ഗുണ്ടാ ടീമിലെ ഓരോരുത്തരെ അയാൾ പുറത്തേക്ക് തള്ളുന്നു. ഈ പറയുന്ന കൂടെ നിൽക്കുന്നവരെ ഓരോ മനുഷ്യരെയായിട്ട് പുറത്തേക്ക് തള്ളാനുള്ള എല്ലാ വകുപ്പും ഇട്ടുകൊടുത്ത് അവൻ സേഫ് സോണിലേക്ക് പോയ ഒരു കൊടിയ ഭീകരനാണ് അക്ബർ എന്ന് ഞാൻ പറയും. ഏതായാലും ഞരമ്പൻ അക്ബർ തിരിച്ചു വരാനാണ് ചാൻസ്. സോ കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.